അതെ ഇന്നേ ഞാൻ മുരുക പൊട്ടിക്കാൻ പോവാ, നിങ്ങളെയും കൂടെ കൊണ്ടുപോവാ കേട്ടോ. ഞാൻ പോയി പൊട്ടിക്കാൻ വരുമ്പോ ഇവർക്ക് വേണ്ട, ഞങ്ങൾ പൊട്ടിച്ചോണ്ടെന്ന് തരാം. അത് ഞാൻ പൊട്ടിച്ചാൽ എന്താ കുഴപ്പം? അത് പോയി പൊട്ടിച്ചു കൊണ്ടുവരുന്നതൊക്കെ രസമല്ലേ? രസമാണ്, പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ അത്ര വെയിലൊന്നുമില്ല. അപ്പൊ എല്ലാരും വിളിക്കണം അങ്ങോട്ട്. അപ്പൊ എല്ലാരും എന്റെ കൂടെ വരും കേട്ടോ. അതെ അമ്മക്കുട്ടിയെ ഒന്ന് മെല്ലെ കൊടൈക്കനാലൊക്കെ ഒന്നല്ല പോണത് കേട്ടോ. എന്താ ഊട്ടിക്ക് ടൂർ പോകുമ്പോലെ നമ്മുടെ പോക്ക്. അമ്മ ചെറുപ്പത്തിലെ ഈ എന്താ പറയാ, ചെറുപ്പത്തിൽ അമ്മ ഈ മാങ്ങത്തോപ്പിലും അതുപോലെ തന്നെ മറ്റേ എന്താണ് കരിമ്പും തോപ്പിലൊക്കെ കയറിയ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് അമ്മയ്ക്ക് അതല്ല അന്നത്തെ പ്രായം, അമ്മയ്ക്ക് 6 വയസ്സ് കേട്ടോ. മംഗലശ്ശേരി അതല്ലത് ഞാൻ പൊട്ടിച്ചേരില്ലേ? ആഹാ, ഇതൊക്കെ നമ്മുടെ വലിയ ആഗ്രഹങ്ങളിലൊന്നാ. അല്ലമ്മ, ഞങ്ങളൊക്കെ ചെറുപ്പത്തില് എവിടെ എന്നാ അതിലേക്ക് പോ. ഏതൊരു മുരിങ്ങക്കായ നോക്കട്ടെ. അവിടെ എവിടെ എന്റെ കണ്ണൊന്നും കാണാനില്ലേ, വെയിലടിച്ചിട്ട്. ഉണ്ട് 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 ഉണ്ട്. മുരിങ്ങക്കായ ആർക്കും വേണ്ടല്ലോ, ഞാൻ മാത്രമല്ലേ കഴിക്കുള്ളൂ, അതുകൊണ്ടാണ് പൊട്ടിക്കാത്ത. എവിടെ എവിടെന്നാ പൊട്ടിക്കുന്നത്? ഏത് മരത്തിനാ പൊട്ടിക്കുന്നത്? അല്ല വെയിലൊക്കെ കൊണ്ട് അമ്പുജാക്ഷമ്മ വാടുമല്ലോ പറഞ്ഞിട്ടാണ്. അല്ലമ്മ, ഞങ്ങളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ എത്ര പാവങ്ങളായിരുന്നു അമ്മ ചെറുപ്പത്തില്. ഒരു വാശിയില്ല, നിക്ക് ഒരു വാശിയില്ല. ഒന്നിനോടൊരു വാശിയില്ല. ഇത്രയും സൈലൻ്റായ 2 മക്കളെ കുടുംബം കണ്ടിട്ടില്ല എന്നാ പറയുന്നത് ചെറുപ്പത്തിൽ. എപ്പോ 10-12 വയസ്സ് വരെ. ഇപ്പോഴും പാവങ്ങൾ തന്നെ കേട്ടോ. അപ്പോൾ അമ്മക്ക് ചെറുപ്പത്തിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രായത്തിലൊക്കെ വന്നിട്ട് വെയിലും കൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് എന്താ അത്ര നിർബന്ധം? ഒരു കുഴപ്പമില്ല, ദേഷ്യപ്പെട്ടു നോക്ക്. എൻ്റെ അമ്മോ, എന്തിനമ്മ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല. പ്രഷർ കൂടും, പ്രഷർ കൂടുമ്പോ ദേഷ്യപ്പെട്ട. ഇനി നമ്മുടെ ആൾക്കാരോട് സംസാരിക്കുക, എന്നോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? കണ്ട മുരിങ്ങ, ഒരു മിനിറ്റ്, മുരിങ്ങ പൊട്ടിക്കാൻ വന്നതാണ്. അതിൻ്റെ അപ്പം ആ വീട് ഇടാൻ വേണ്ടി വന്നതാണ്. അപ്പം അതൊക്കെ മറന്നിട്ട് മുരിങ്ങയുടെ അല്ലേ അമ്മ മാത്രമേ. എന്തറിയോ, ഇവൻ ഓരോന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. മുരിങ്ങ പൊട്ടിക്കാൻ വന്നപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടി. അപ്പം നിങ്ങളോട് സംസാരിക്കുകയും കൂടി ചെയ്യാലോ, രണ്ടും കൂടി നടക്കുമല്ലോ. എപ്പോഴും അടുക്കളയിലല്ലേ നിങ്ങളെ. ഓ, നമ്മുടെ ഭാഗ്യത്തിന് വെയിലെന്ന് പറഞ്ഞു. വെയിലിന് കൂടി എന്നോടൊരു സ്നേഹം. മനസ്സിലായി. അധികമൊന്നും വേണ്ട, എനിക്കുള്ള മുരിങ്ങ മതി, നിങ്ങൾക്കൊന്നും വലിയ ഇഷ്ടമല്ലോ. അപ്പൊ പിന്നെ അപ്പോൾ ഇതൊന്നും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അമ്മക്ക്. ഇന്നലെ വയ്യാണ്ടായതല്ലേ? അതൊന്നും വേണ്ട, പൊട്ടിക്കുന്നു. ആരും കൂട്ടില്ല, എനിക്ക് വേണ്ടപ്പോ ഞാൻ വന്ന് പൊട്ടിച്ചോളാം. അല്ലമ്മ, ഇന്നലെ എത്രയേ വയ്യാണ്ടായതല്ലേ? അപ്പൊ ഇന്ന് നിക്ക് ഞാനൊന്ന് പറയട്ടെ. ഇന്നലെ ഇത്തിരി വയ്യാണ്ടായതല്ലേ? അപ്പൊ ഇന്ന് അടുക്കള കയറണ്ടെന്ന് പറഞ്ഞിട്ട് ചോറും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചില്ലേ? പിന്നെന്താ അമ്മക്ക് ഒരു മുരിങ്ങയുടെ ഇലയും കൊണ്ടൊരു സംഭവം? എന്താ പറയുക, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞാൽ കേൾക്കണ സ്വഭാവം എന്ന് പറയുന്നത് ഈ അമ്പുജാക്ഷി അമ്മയ്ക്ക് ഇല്ല. അത് നിങ്ങൾ ആദ്യം കേട്ടോളൂ. അനുസരണ എന്ന് പറയുന്ന സാധനമല്ലേ. എങ്ങനെയാണ് ആ അനുസരണല്ലേ 2 മക്കളുണ്ടായതെന്ന് ഒരു പിടിയില്ല. അത് ചെറുപ്പത്തില്. ഇപ്പൊ എന്താ വലിയ അനുസരണയുള്ളൊരു മോൻ. അതെ, ഞാൻ ഒരു കാര്യം പറയാട്ടോ. ഇന്നലെ കുറച്ച് വയ്യാണ്ടായി. അതായത് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തളർച്ച വന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഇത്തിരി കിടക്കണം പറഞ്ഞിട്ട് കിടന്നു. അത് കണ്ടുപിടിച്ചത് പിന്നെ ഞാൻ മെല്ലെ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കിടന്നായിരുന്നു. അപ്പോഴേക്ക് ഇവൻ അത് കണ്ടുപിടിച്ചു. എന്നിട്ട് പിന്നെ ഇവനെന്ത് ചെയ്തറിയോ, ഇങ്ങനൊരു സ്വഭാവം ഉണ്ടല്ലോ. ആ പാവം അവിടെ കിടക്കണേ അനുമോളിയും ചോട്ടൂനി, ചെറിയ മകനും മരുമോളും ഇല്ലേ, അവരിനെ വിളിച്ചിട്ട് അങ്ങോട്ട് അറിയിച്ചു. അവർക്ക് വല്ല സമാധാനം ഉണ്ടോ? അവരിതാ വീഡിയോ കോളിൽ വന്നു. അമ്മയെ അപ്പോഴേക്കും ഡോക്ടേഴ്സ് കൊണ്ടുവച്ചാ ഇപ്പോൾ തന്നെ അത് നേരെ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി. എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോല് തുടങ്ങി. അവിടെ മരുമകളെന്ന് പറയല്ലോ, മോളെന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് തുടങ്ങി. അവർക്ക് ആകെ ടെൻഷനായി. പിന്നെ വീഡിയോ കോളും ഫോണും ഇതന്നെ പണി. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, അവർക്ക് വല്ല സമാധാനം ഉണ്ടാവും. ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. ചെറിയ കാര്യങ്ങൾ നീ എന്തിനാ വിളിച്ചറിയിക്കുന്നത്? അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ മാത്രം നല്ലവനാണോ? അപ്പൊ അമ്മ കംപ്ലൈന്റ് പറയാ? അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സന്തോഷം മാത്രം പങ്കിട്ടാൽ മതിയോ? സങ്കടം പങ്കിടണ്ടേ? അമ്മ ഈ കൂടപ്പറപ്പുകൾ പറഞ്ഞ എന്താ അറിയോ, സങ്കടവും സന്തോഷവും പങ്കിടാനുള്ളതാണ്. അപ്പൊ സന്തോഷമൊക്കെ പങ്കിടാറുണ്ടല്ലോ. അപ്പൊ ഇത്തിരി സങ്കടം ഞാൻ മാത്രം പങ്കിടണ്ട വന്നിട്ടാണ്. അതല്ല, അതിന്റെ കാര്യം എന്താ അറിയോ, അവരവിടെ അകലെയാണ്.
അവരോട് സന്തോഷമായിട്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യം, എനിക്കൊരു തളർച്ച വന്നു, അത് അത്ര വലിയ കാര്യമാണോ? അത് നീയും അച്ഛനും കൂടിയിട്ട് ഇവിടെ നോക്കിയാൽ പോരെ? അവരെ വിളിച്ചറിയിച്ചിട്ട് അവരുടെ സന്തോഷം കൂടി കളയണോ? അവരുടെ സമാധാനത്തിൽ ഏത് ചെറിയ തളർച്ച? രാത്രി 2 മണി വരെ ഇങ്ങനെ കടന്ന് ഉറങ്ങിയത്. എന്നാലും അത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എല്ലാം മാറും. ഇനിയിപ്പോൾ ഒരു ദിവസമൊക്കെ നോക്കിയിട്ട് മാറിയില്ലെങ്കിൽ അത് അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയാം. ഇത് അതെങ്കിലും വിളിച്ചു പറഞ്ഞ് അവരെ ടെൻഷൻ അടിച്ച് അവരുടെ ആ കുട്ടികളുടെ മുഖം കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇതാവും. അവരാകെ ടെൻഷൻ അടിച്ച് ജോലിക്ക് പോകണതിൻ്റെ ഇടയിൽ കൂടെ ഈ ടെൻഷന്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കലും വീഡിയോ കോൾ, അവർക്ക് സമാധാനം ഉണ്ടാവും. അകലെയുള്ളവർക്ക് ഇതാ പറയുമ്പോൾ ഓടി എത്തുന്ന സ്ഥലമാണോ അത്? ഇത് വീഡിയോ പിടിക്കുന്നതിന് മുമ്പ് കുറെ ചീത്ത പറഞ്ഞല്ലോ, ഇപ്പം തന്നെ ചീത്ത പറയണം. അത് എല്ലാവരും നിന്നെ അവര് എൻ്റെ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട് ചീത്ത പറയട്ടെ. ദൈവമേ, പിന്നെ ഞാൻ മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ എന്തുണ്ടെങ്കിലും ഈ വക സ്വഭാവമൊക്കെ ഒന്ന് മാറ്റാറായി. എന്തുണ്ടെങ്കിലും ഞാൻ മാത്രമാണ് അനുഭവിക്കാൻ പാടില്ല, അവർ അറിയിക്കാൻ പാടില്ല എന്നാ പറയണേ. അങ്ങനെയല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ വിളിച്ചറിയിക്കരുത്. ചെറിയ ചെറിയ കാര്യമല്ലല്ലോ അമ്മയ്ക്ക് വയ്യാണ്ട, വലിയ കാര്യമല്ലേ. പക്ഷെ പണ്ട് എനിക്കൊരു വൃത്തിയായിട്ട സ്വഭാവം ഉണ്ടായിരുന്നു. ഒരിത്തിരി വയ്യാണ്ടായി കഴിഞ്ഞാൽ അപ്പൊ എല്ലാരും വിളിച്ചറിയിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നിട്ട് അനുമോട് ഇന്നലെ എന്താ പറഞ്ഞേ? ഏട്ടന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഏട്ടൻ ചെയ്തതെന്നല്ലേ പറഞ്ഞേ? അതന്നെ ഏട്ടാ വേണ്ടെന്നല്ലേ പറഞ്ഞേ? ആഹാ, ഞാനത് ഇങ്ങനെ വയ്യാണ്ടായപ്പോ പേടിച്ചിട്ട് പറഞ്ഞാണ്. മെല്ലെ മെല്ലെ മെല്ലെ, തെങ്ങിന്റെ ചോട്ടിലൊന്നും അങ്ങനെ പോയി നിൽക്കരുത്. ഏത് പിന്നെ അതല്ല, നാളികേരൊക്കെ പൊളിച്ചിട്ട് ഇവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പളേ അമ്മ, എന്താണ് ഇന്ന് നമ്മുടെ ആൾക്കാരോട് അമ്മയ്ക്ക് പറയാനുള്ളത്? എൻ്റെ ആൾക്കാരോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എന്തായാലും ചുരുക്കി പറയാം. എന്താ അറിയോ, നിന്റെ കുറ്റ കൂടുതൽ ഞാൻ തന്നെ പറഞ്ഞു തരട്ടെ. മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും ഒരു ചിന്തയുണ്ടാവും. സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അകലെയുള്ള മക്കളെ എന്തായാലും ചെറിയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ വിളിച്ചു പറയാൻ പാടില്ല എന്നുണ്ടാവും. ഞാൻ പറഞ്ഞു തരാം അമ്മ, കുറ്റം ഇങ്ങോട്ട് പറയണ്ട, എനിക്കറിയാം എന്താ അമ്മ പറയാൻ പോകുന്നുള്ളത്. അപ്പോൾ നിൽക്ക്. അപ്പോൾ ഞാൻ അതല്ലേ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത്, പറയാൻ അറിയണവന് ജീവിക്കാൻ അറിയില്ല, ജീവിക്കാൻ അറിയണവന് പറയാൻ അറിയില്ല എന്നുള്ളത്. അപ്പോൾ അകലെയുള്ള മക്കൾ സന്തോഷമായിട്ടുണ്ടാവും. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, അന്ന് ഈ ലാൻഡ് ഫോണൊക്കെ ഉള്ള കാലം. ലാൻഡ് ഫോണും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ ട്രങ്ക് കോൾ വിളിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ അമേരിക്കയിലും ദുബായിലും ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള എല്ലാ രാജ്യത്തും ജീവിക്കുന്ന ആൾക്കാർക്ക് തൻ്റെ അമ്മയും അച്ഛനൊക്കെ അവിടെ സന്തോഷമായിട്ട് സുഖമായിട്ടുണ്ട് സംതൃപ്തിയോടുകൂടി ജീവിച്ചിട്ട് ഒരു ലെറ്ററിലൂടെയൊക്കെ സ്നേഹബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന ഒരു കാലത്ത് അവരവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ അവൻ്റെ കുടുംബം സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസത്തിലാണ്. ഇന്നെന്ന് പറഞ്ഞ ഈ വീഡിയോ കോളും കാര്യങ്ങളും നിമിഷത്തിന് ആരെ വേണമെങ്കിലും വിളിക്കാൻ പറ്റുന്ന സന്ദർഭം വരുമ്പോൾ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ 7 കടൽ അപ്പുറത്തുള്ള ആൾക്കാർ ഇത് അറിയുമ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമം എന്താണ് ഈ മണ്ടൻ അറിയില്ല എന്നല്ലേ അമ്മ പറയാൻ പോണത്? അറിയാമ്മ, എന്തറിയോ? അല്ല, ചില കാര്യങ്ങളിൽ മണ്ടനാണെന്ന് ഞാനെന്ന് അംഗീകരിച്ചു. പിന്നെ ഒരു കാര്യമുണ്ടമ്മ, പിന്നെ ഒരു കാര്യമുണ്ട്. ഈ സങ്കടം പങ്കുവയ്ക്കാന്ന് പറയും. ഇപ്പം അച്ഛന് വിഷമം വന്നു കഴിഞ്ഞാൽ അച്ഛനെ തരണം ചെയ്യാനുള്ളൊരു ശക്തിയുണ്ട്. അച്ഛനത് ഓട്ടോമാറ്റിക്കലി അച്ഛൻ തന്നെ ശരിയാവും. അച്ഛനൊക്കെ ഒരുപാട് ടെൻഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അച്ഛനത് ശരിയായി, കുറച്ചും കൂടി ഇന്നോട് വേണമെങ്കിൽ ഇതുണ്ടെങ്കിൽ. അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ സങ്കടം വന്നു കഴിഞ്ഞാൽ അത് പങ്കുവയ്ക്കാൻ എനിക്കെന്ന് പറഞ്ഞിട്ട് ആരാളുള്ളത്? അവരല്ലാണ്ട്. അതെന്താ ആലോചിക്കാത്തത്? എനിക്ക് എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറയാൻ പറ്റും, അതാ എൻ്റെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞാൽ അവർ ഓടി വരുന്ന അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരാരാണ്? അപ്പോൾ അവരോടല്ലാണ്ട് എനിക്കൊരു സങ്കടം വരുമ്പോൾ ഞാൻ ആരോടാണ് പറയുക? ഇപ്പം അമ്മ പറഞ്ഞില്ലേ ഇങ്ങനെ വിളിച്ചറിയിച്ചു അവൻ്റെ ദുഃഖം മാത്രം. അപ്പം മുറ്റത്തെ മുല്ലയ്ക്ക് ഒരു മണമില്ല എന്നാണ് അമ്മ വീണ്ടും വീണ്ടും തെളിയിച്ചില്ലേ? കേക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. എനിക്ക് ഒരുപാട് സങ്കടമായത് കൊണ്ടല്ല അത്രയും ദൂരമുള്ള ആൾക്കാരെ ഞാൻ വിളിച്ചത്. അപ്പം എങ്ങനെ ഈ ആൾക്കാർ നമ്മുടെ വാക്ക് കേട്ടിട്ട് എന്നെ ചീത്ത പറയും? പറയില്ല, ഇല്ല, പറയില്ല. എന്തിനാ പറയാത്തറിയോ? എന്തിനാ പറയാത്തറിയോ? ദുഃഖം എന്നുള്ളത് പങ്കുവെക്കാൻ ഒരാളുടെ അടുത്ത് ഞാൻ പോയി പങ്കുവെക്കണമെങ്കിൽ അത് എൻ്റെ സ്വന്തമായിരിക്കണം. അത് എൻ്റെ അനിയൻ, എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ ചോരയായിരിക്കണം. അവരോട് പങ്കുവെക്കുമ്പോൾ ആ പങ്കുവെക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, ആ സമാധാനമാണ് ഓരോ സങ്കടങ്ങൾക്കും നമുക്കൊരു ആവേശം. ഇപ്പോൾ അമ്മ എന്ന് പറയണത് നമ്മുടെ വീട്ടിലത്തെ അല്ല, എല്ലാ വീട്ടിലും അമ്മമാർ അവരവൻ്റെ അമ്മമാരാണ്, അവരവൻ്റെ ദൈവം, അവരവൻ്റെ എല്ലാം, അവരവരുടെ പ്രചോദനം, അവരുടെ വിളക്ക്, അവൻ്റെ എന്തൊക്കെ പറയുമോ ഐശ്വര്യമുള്ള സർവ്വസംഭവം കൂടെ അമ്മയാണ്. ഈ മണിക്കൂർ കണക്കിന് തടന്നിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഷുഗർ കുറഞ്ഞിട്ടാണോ പ്രഷർ കുറഞ്ഞിട്ടാണോ എന്നറിയാണ്ട് തലയിൽ കൈവച്ചിരിക്കുമ്പോൾ ആദ്യം വിളിക്കാൻ തോന്നുന്നത് അവനവൻ്റെ കൂടപ്പിറപ്പിനെയാണ്. അത് മനസ്സിലാക്കണം. ഡോക്ടറുടെ അടുത്തൊക്കെ പോയി വന്നിട്ട് വിളിക്കുമ്പോഴേക്കും എനിക്കൊരു റിലാക്സ് കിട്ടണമല്ലോ, മനസ്സിലായില്ലേ? ഇവനോട് സംസാരിച്ച് ജയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോന്നൊന്നും പണ്ട് രണഭൂമിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറയില്ലേ? ഇട്ട് കൊടുത്തിട്ട് പറ്റെങ്കിൽ അവനെ തല്ലിക്കൊന്നോല് പറയില്ലേ? അതുപോലെ ആയി അമ്മ പറയണ കാര്യം കേട്ടോ. ഇവനോട് ഒരു കാര്യത്തിലും ജയിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറയരുത്.
അതിനൊരു കഥ ഉണ്ടാക്കി അവൻ എൻ്റെ അവസാനം വന്നിട്ട് എൻ്റെ തലയുടെ മുകളിൽ. ഇപ്പം ഇന്നാൾ ജയിക്കാൻ ഞാൻ തോറ്റത് കൊണ്ടല്ലേ അവരെ വിളിച്ചത്. അപ്പോൾ ഞാൻ അപ്പോൾ തോറ്റില്ലേ? അമ്മ ഈ സ്നേഹത്തിന് മുമ്പത്ത് തോറ്റു കൊടുക്കുന്ന ആൾക്കാരന് ഈ ദുഃഖത്തിനെ സഹിക്കാൻ പറ്റാണ്ട് പെട്ടെന്നൊരു ഫോൺ എടുത്ത് വേറെ ആൾക്കാരെ വിളിക്കുക. ഞാൻ പറഞ്ഞു എന്തിനാ വിളിച്ച്, അയ്യോ എന്തൊരു കഷ്ടാന്നൊക്കെ പറഞ്ഞപ്പോ അനുമോള് പറഞ്ഞു അത് ഏട്ടന്റെ കടമയാണ് ഏട്ടൻ ചെയ്തത്, നല്ല കാര്യമല്ല ഏട്ടൻ ചെയ്തത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പിന്നെ ഇവരങ്ങോട്ട് ഭയങ്കര സന്തോഷമായി, ഇവൻ ചെയ്തത് നല്ല കാര്യമാണെന്നുള്ളത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റെന്നാണ് ഇപ്പൊ ഇവന്റെ വിചാരം. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് പാചകമൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മ ഇങ്ങനെ മുരിങ്ങയൊക്കെ പൊട്ടിച്ച്. പാചകം പറഞ്ഞ ഉണ്ട്, അവൻ പറഞ്ഞ പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്താ അറിയോ, കുറച്ച് മുരിങ്ങ ഇട്ടിട്ട് ഇതില് കുറച്ച് വെളുത്തുള്ളി ചതച്ച്, കുരുമുളക്, വെളുത്തുള്ളിയൊക്കെ അമ്മ ഞങ്ങൾ ക്ലിയർ അല്ല, കുറച്ച് ഇങ്ങോട്ട് വരും. ഞങ്ങളെ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യറിയോ, കുരുമുളകില്ലേ, ഈ കുരുമുളക്, വെളുത്തുള്ളി, പച്ചമല്ലി ഇതൊക്കെ കൂടി അരച്ചിട്ട് ഒരു മുരിങ്ങ വെച്ചിരുന്നു. ഇപ്പൊ എനിക്ക് എന്താ നീ എത്ര എവിടേക്കൊക്കെ മാറ്റുന്നില്ലേ. അപ്പൊ എന്താ അറിയോ, അമ്മ ഞങ്ങള് പ്രസവിച്ചെടുക്കുമ്പോ അതുകൊണ്ട് പാലുണ്ടാവാനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാന്നൊന്നും അറിയില്ല. അമ്മ 2-3 ദിവസം പാലുണ്ടാവാൻ ഒരു പശുവിനെ വളർത്തേ പോരെ. അല്ല അമ്മ ഞങ്ങളൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോ അത് ഞാൻ ഓർത്തില്ല കേട്ടോ. പറയും. അപ്പോൾ ഈ എന്താ പറയാ, വെളുത്തുള്ളി, പച്ചമല്ലി, കുരുമുളക് ഇത് അരച്ച്, ചെറിയുള്ളി ഇതൊക്കെ അല്ല ചെറിയുള്ളി അരക്കില്ല, കുരുമുളകും വെളുത്തുള്ളിയും മല്ലി പച്ചക്ക് അതും കൂടി അരച്ച് നന്നായി അരച്ചിട്ട് അതും മുരിങ്ങിയിട്ടിട്ട് ഒന്ന് തിളപ്പിക്കും. അതൊക്കെ തിളയ്ക്കാൻ വെക്കും. എന്നിട്ട് മുരിങ്ങ ഒരു അതിലിടും. എന്നിട്ട് ചെറിയുള്ളി വെളിച്ചെണ്ണ മൂപ്പിച്ച് താളിച്ചിട്ട് തരും. പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് മുരിങ്ങയും കൊണ്ട് അങ്ങനെ വെക്കും. അതിന് എനിക്ക് മാത്രമുള്ള മുരിങ്ങ ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ. അങ്ങനെ വെച്ച് കഴിക്കാനാണ്. അതിന്റെ മുരിങ്ങക്കായും കൂടി പൊട്ടിക്കുന്നുണ്ട്. അത് എനിക്കുള്ളതാണ്. നിങ്ങൾ ആരും മതി. ഇത്ര കണ്ട. അപ്പോൾ ഇന്ന് കംപ്ലൈൻറ്റ് പറയാൻ പറഞ്ഞ അമ്മ തണുത്ത് നിൽക്കും കേട്ടോ. ഇന്ന് കംപ്ലൈൻറ്റ് പറയാൻ പറഞ്ഞ അമ്മ എന്തായി, അമ്മയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് പോവായി അമ്മ. എൻ്റെ കുറ്റം പറയാൻ വന്നിട്ട് വല്ല ജയിച്ചോ അമ്മ? അല്ല എന്നാലും പറഞ്ഞ അമ്മ, പറയാനുള്ളത് പറഞ്ഞോ. പറയാനുള്ളൊരു മെസ്സേജ് എന്താ പറഞ്ഞാൽ, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു മകൻ ഇവിടെ ഉണ്ടാവും, ഒരു മകൻ അവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ ഒരു മകൻ വീട്ടിലുള്ള മക്കൾ ഒരു കാരണവശാലും അകലെയുള്ള മക്കളെ അറിയാം ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്നും ഇതല്ലേ പറയാൻ പോണത്. പറഞ്ഞോളൂ. അതെ, ഞാൻ പറയണത് എന്താ അറിയോ, പറയണ്ടെന്നല്ല, 1-2 ദിവസം വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ പറയണം. ഇതെന്താ അറിയോ, ഞാൻ ചിലപ്പോൾ ഒരു ദിവസം തളർന്ന് കിടന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ശരിയാവും. അപ്പൊ അതും കൂടി നോക്കിയിട്ട് പോരും. ഇവനങ്ങോട്ട് ടെൻഷൻ അടിച്ച് അച്ഛൻ പറയാ, അയ്യോ നിനക്ക് വയ്യാണ്ടാവുമ്പോ ഞാൻ അവനെ നോക്കുക നിന്നെ നോക്കുക എന്ന്. അതുപോലെ ആവും ഇത്ര. അങ്ങനെയായോ? അങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ. അപ്പൊ അങ്ങനെ അനുമോട് പണ്ടൊരു വശം പറഞ്ഞിട്ടുണ്ട് അതുപോലെ. അപ്പൊ അങ്ങനെയാവും. അപ്പൊ ഇവൻ അതല്ലല്ലോ വേണ്ടത്. അപ്പൊ അവന് സമാധാനം കിട്ടാൻ വേണ്ടിട്ട് വേഗം അവരെ വിളിച്ചു പറയുക. അതെന്താ സംഭവം? അവരുടെയും കൂടി സമാധാനം പോയില്ലേ. അപ്പൊ എന്താ സംഭവം അറിയാമ്മ? ആ സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ അമ്മയ്ക്ക് കണ്ടമാനം ബാങ്കിൽ ക്യാഷ് ഉണ്ടെന്ന് വെച്ചോ, ഒറ്റയടിക്കൊരു കൊള്ളക്കാരൻ കൊണ്ടുപോയി പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും? പറയമ്മ. അപ്പൊ ആകെ നമുക്ക് ഒരു അമ്മയല്ലേ ഉള്ളൂ. അത് നമ്മുടെ ഭയങ്കര സമ്പത്ത് പോലെയല്ലേ. അത് ഒറ്റയടിക്കാരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും? പിന്നെ അമ്മേനെക്കാളും വലിയ സമ്പത്തുണ്ടമ്മ. ബാക്കി സമ്പത്തൊക്കെ ചിലവാക്കിയാൽ പോവും. ചിലവാവാണ്ട് കിടക്കുന്ന ഒരു സമ്പത്താണ് അമ്മ എന്ന് പറയണത്. അപ്പോൾ മക്കൾക്ക് ചെറിയ ദുഃഖമൊക്കെ ഉണ്ടാവും. ഇപ്പം എങ്ങനെ അറിയോ, മക്കൾക്ക് ഇത്തിരി ദുഃഖം കൂടുതൽ, അമ്മമാർക്ക് ഇത്തിരി കുറവാണ് തോന്നുന്നുണ്ട്. കാലം മാറുമ്പോൾ എല്ലാം മാറും. അല്ലെങ്കിൽ പിന്നെ അമ്മമാർക്ക് അങ്ങനെ വയ്യാണ്ടാവാൻ പാടുമോ? ഇവിടെ മക്കളുടെ അവസ്ഥ എന്താവുന്നൊക്കെ ആലോചിക്കണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അറിയോ, അങ്ങനെയൊക്കെ വയ്യാണ്ടൊക്കെ ആവില്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞ അങ്ങനെ വയ്യാണ്ടൊന്നും ആവാണ്ടിരിക്കട്ടെ കേട്ടാ. അതെന്താ? ഇത് കറിവേപ്പില. അതെന്താ ഇപ്പൊ പൊട്ടിച്ചത്? പോയി. അപ്പൊ അവിടെ താഴെയുള്ള കുറച്ച് ഇല കിട്ടി, ഉണങ്ങിപ്പോയിരിക്കുന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വെയിൽ മഴയില്ലാണ്ടേ തെങ്ങും ഒക്കെ പോയി. അപ്പോ മുരിങ്ങയുടെ ഇല പൊട്ടിച്ചു, കുറച്ച് എനിക്കുള്ള മുരിങ്ങക്കായ പൊട്ടിച്ചു, കുറച്ച് കറിവേപ്പില പൊട്ടിച്ചു. എന്താ അറിയോ, ഇത് നിങ്ങളെ ഒന്ന് കാണുകയും ചെയ്യാം, എനിക്കിത് പൊട്ടിച്ചും ചെയ്യാം. ഇന്നിപ്പോൾ അടുക്കളയിൽ ഞാൻ ഒന്നും കാണിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ക്യാമറമാൻ്റെ കുറ്റം പറയുകയും ചെയ്യാം. അപ്പോൾ ഈ ക്യാമറമാൻ്റെ കുറ്റം പറയുന്നേ വേണം. എന്താ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. അവന് ഞാൻ പറയുമ്പോഴേ അവൻ കേൾക്കുകയും ചെയ്യാം. അമ്മ ഈ മുരിങ്ങയുടെ ഇലയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ എങ്ങനെ കാണണറിയോ,
ടിപ്പു സുൽത്താൻ വാളെടുത്ത് നിൽക്കും പോലെ. കാരണം ഈ ചുരിദാർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് ശരിക്കും സ്ത്രീകളുടെ ഡ്രസ്സല്ല കേട്ടോ. ഇത് ശരിക്കും നോക്കുക, പഴയ ടിപ്പു സുൽത്താന്റെ ഫോട്ടോ ഒക്കെ കണ്ടു നോക്കൂ, അതിന്റെ ഡ്രസ്സാണ്. അതെ അതെ. ആ ഇപ്പൊ അമ്മ മുരിങ്ങയുടെ കമ്പ് ഇങ്ങനെ പിടിച്ചിട്ടില്ലേ, അത് 3-4 കത്തി പിടിച്ച പോലെ എനിക്ക് തോന്നുന്നത്. അല്ല 3-4 കത്തി പിടിച്ച് നിൽക്കും പോലെ തോന്നുന്നത്, മനസ്സിലായി? യുദ്ധത്തിൽ നിൽക്കും പോലെ, മനസ്സിലായില്ലേ? ഈ അമ്മ കാണും പോലെ ഒന്നും അല്ല കേട്ടോളേ. ഭയങ്കര അഹങ്കാരിയാണ്. കംപ്ലൈന്റ് പറയാൻ ഒറ്റ ചാൻസ് കിട്ടിയ എന്റെ ആൾക്കാരാണ്, അവരോട് എനിക്ക് പറയണ്ടേ. പിന്നെ അതുമല്ല, എനിക്ക് അവരോട് നിന്റെ കംപ്ലൈന്റും പറയാ. അപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ട്, അല്ല എന്റെയും കൂടി ആൾക്കാരാണ്, എന്തായാലും ഒന്നും കാണിക്കുന്നില്ലല്ലോ. അപ്പൊ എന്നാ പിന്നെ മുരിങ്ങ പൊട്ടിക്കാൻ പോകുമ്പോ 2 വാക്ക് അവരോട് സംസാരിച്ചാൽ. അല്ല എന്റെയും കൂടി ആൾക്കാരാണ് കേട്ടോ. നിന്റെയും കൂടി ആൾക്കാർ പൊട്ട കണ്ട മാത്രമേ അവർ ചീത്ത പറയുള്ളൂ. ക്യാമറാമാൻ ഇല്ലാണ്ട് പിന്നെ എന്റെ വീഡിയോ പോകില്ലല്ലോ. അപ്പൊ പിന്നെ നീ നിന്റെയും കൂടി ആണല്ലോ. പിന്നെ പൊട്ടെല്ലാരും പിന്നെ എല്ലാവരും പറയുന്നുണ്ട് പൊട്ടില്ലാണ്ട് ഒരു രസമില്ല ചേച്ചിയെ കാണാന്ന്. അതുകൊണ്ട് ഞാൻ പൊട്ടിട്ടുണ്ട് കേട്ടാ. പൊട്ടിട്ടുണ്ട്, പക്ഷേ പൊട്ടിട്ടിരിക്കുന്ന സെന്ററിലല്ല, സൈഡിലാണെന്ന് മാത്രം. ഇങ്ങനെ കാർമേഘങ്ങൾ വരുമ്പോ ചന്ദ്രൻ ഇങ്ങനെ സൈഡിലേക്ക് ഒഴുകി പോയില്ലേ, അതുപോലെയാണ്. ആ സാരല്ലേ, പൊട്ടിട്ടാ മതി. അപ്പൊ അമ്മ കണ്ണാടി നോക്കിയല്ലേ പൊട്ടിട്ടത്? കണ്ണാടി നോക്കിയല്ലേ ഇട്ടത്. അത് കറക്റ്റായിട്ട് വേഗം അങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാനും കൂടി വേണ്ടിയാണ്. പിന്നെ ഇവന്റെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇനിയും ബാക്കിയൊക്കെ പറയാനുണ്ടാവൂലേ അടുത്ത വീഡിയോയിലൊക്കെ. 2 ദിവസം ആകുമ്പോഴേക്കും എനിക്കിപ്പോ സുഖമായി. അവരവിടെ ടെൻഷൻ അടിച്ചതോ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇവനോടൊന്ന് പറഞ്ഞു കൊടുക്കും മെസ്സേജിലൂടെ കേട്ടോളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.